All right, let's get started. We are ready at 10:05, and as promised, let's start the sessions. We're going live on YouTube also. So a hearty welcome to all our YouTube subscribers and those who are watching us on YouTube. Welcome to another live Q&A session of Businessman 360. Businessman 360 ഒരു live Q&A sessionലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് for those who are first time listeners to our live Q&A sessions, Businessman 360 എന്ന് പറയുന്നത് ഒരു month long, year long, 3 months long business coaching program ആണ്. ബിസിനസ്സിലെ പല കാര്യങ്ങളും പല മേഖലകളിലും വളരെ സ്പെസിഫിക് ആയിട്ട് സ്ട്രാറ്റജിക്കലി കോച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ്. വി ആർ 3 coaches as a part of this team. 3 coaches ആണ്. Me, Sandhya Verma, I'm an ACC ICF certified life and executive coach, and we have Rakesh Nair, who is a certified business consultant and also a digital marketing strategist. We also have Abin, who's an ACE coach, a fitness coach by profession, but also a trainer and a business mentor. മൂന്ന് പേരാണ് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ ഒരു ഭാഗമായിട്ടുള്ളത്. ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എല്ലാ ആഴ്ചയും എവറി സൺഡേ മോർണിംഗ് 10 o'clock we have a live Q&A. എന്തിനാണ് ലൈവ് Q&A എന്ന് വെച്ചാൽ ബിസിനസ് is always meant to be with challenges ഇല്ലാത്ത ഒരു ബിസിനസ് ഉണ്ടാവില്ല. സോ യു ഓൾവേസ് ഹാവ് സം ഓഫ് ദി അതർ ചാലഞ്ചസ് ആൻഡ് ബിസിനസ്. പക്ഷെ ഇതൊക്കെ പോയി ചോദിക്കാൻ ഒരു സ്ഥലം അല്ലെങ്കിൽ എവിടെയാണ് പോയി ചോദിക്കേണ്ടത്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺസൾട്ടൻസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹയർ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും സംശയങ്ങൾ തീർക്കാൻ പറ്റുള്ളൂ. ബട്ട് അറ്റ് ബിസിനസ്മാൻ 360 ലൈവ് Q&A we always have an option for you to come back and ask questions. നമ്മുടെ അടുത്ത് വന്നിട്ട് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാം. എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ആശങ്ക വേണമെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചോദിക്കാം. നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സ്, VIP customers are a part of our Zoom platform. Zoom platformന്റെ ഭാഗമാണ്. All our subscribers are a part of our YouTube platform. So once again, welcome to Businessman 360. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാ പ്രാവശ്യത്തെയും മാതിരി തന്നെ ആദ്യത്തെ ഒരു 20-25 minutes we'll be sharing some insights. എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും വി ബ്രിങ് ഓൺ ബോർഡ് certain things we bring on board. ഇന്നത്തെ ഒരു സെഷനിലാണ് ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് എക്സാക്ട്ലി ഇസ് ബിസിനസ് മോഡൽ. ഒത്തിരി ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ വാക്കുകളൊക്കെ പല വാക്കുകളുമായിട്ട് നമ്മൾ കൺഫ്യൂസ് ചെയ്യാറുമുണ്ട്. സോ വാട്ട് ഈസ് എ ബിസിനസ് മോഡൽ, അത് നമുക്ക് മനസ്സിലാക്കാം. ബിസിനസ് മോഡൽ നമ്മുടെ ബിസിനസ്സിൽ പ്രത്യേകിച്ചും ഇതൊരു ന്യൂ ഇയർ ടൈമാണ്. എല്ലാവരും ബിസിനസ് ഒന്നും കൂടി ഒന്ന് ചിന്തിക്കുന്ന സമയമാണ്. ബിസിനസിന്റെ അടുത്ത വർഷത്തെ ടാർഗറ്റ്, ദോ ഫിനാൻഷ്യൽ ഇയറിലെ ടാർഗറ്റ്സ് വേറെ ഉണ്ടാവും, പക്ഷെ അടുത്ത വർഷം എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്താനുള്ള സമയമാണോ എന്ന് ചിന്തിക്കുമ്പം തീർച്ചയായിട്ടും ബിസിനസ് മോഡൽ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. സോ ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ദി ഐഡിയ ഓഫ് Businessman 360. Can I see a hi in the chat box or in the comment box just to know who all are listening to us? എത്ര പേര് കേട്ടിരിക്കുന്നുണ്ടെന്ന് അറിയാനായിട്ട് ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് ഒരു ഹായ് അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ഹായ്. Can we see that now? So welcome to all our YouTube subscribers. We can see there are a couple of them watching us live on YouTube. If you have your friends and family who will get benefited ഇന്നത്തെ സെഷൻ ഉപകാരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈവ് യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ്. Welcome and hi. Hello. All right, so we have a first hi from Dr. Sudeep. Thank you so much, Dr. Sudeep. Dr. Sudeep has been a participant at our Biz Growth Live workshop. Hi, Nobi C. Matthew. Nobi C. Matthew, thank you so much for joining. Hearty welcome. Nofal, good morning and welcome to Businessman 360. Hello, hi. Yes, so that makes my day. എല്ലാവരും കേട്ടിരിക്കുന്നുണ്ടോ ഒരു പ്രതീക്ഷയോടെ let's start the day. So here we go. Without further ado, we have Qubit who has joined our YouTube. Thank you so much for joining and giving me that hi. Yes, so let's start with business model. All right, business model എന്ന് പറയുന്ന വാക്ക് പരിചയമുള്ളവർ എത്ര പേര്? If yes, please type a yes or y in the chat box. Business model എന്ന് കേട്ടിട്ടുള്ളവർ എത്ര പേര്? ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. അങ്ങനെ കേട്ടിട്ടില്ല. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഇന്ന് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങിയ ആൾക്കാര് വളരെ ചുരുക്കം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അത് എന്തുകൊണ്ടാണെന്നും കൂടി പറഞ്ഞുതരാം. പണ്ട് വളരെ പ്രസക്തിയുള്ള ഒരു വാക്കും വളരെ ബിസിനസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു ബിസിനസ് മോഡൽ വർക്ക്ഔട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു സാധനം. പക്ഷെ ഇന്ന് വന്നിട്ട് വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഈ ഒരു വാക്ക് ഉപയോഗിക്കാറുള്ളൂ.
നമ്മളിൽ എത്ര പേര് ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞ വാക്ക് എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ട്? ഇഫ് യെസ്, പ്ലീസ് പോസ്റ്റ് എ യെസ് ഇൻ ദ ചാറ്റ് ബോക്സ്. യെസ്, എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്. യെസ്. All right. So hope you are able to see, rethink how your organization creates, captures and delivers value. ഇന്ന് ചെറുതായിട്ടൊന്ന് വീണ്ടും മാറ്റി ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസമാണ്. ബിസിനസിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറി ചിന്തിക്കണോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണോ എന്നുള്ള ഒരു ചിന്തയും കൂടി ഇന്ന് ഉണ്ടാവേണ്ടതാണ്. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ ആൻഡ് പെൻ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ബിക്കോസ് ആസ് യു, ഞങ്ങൾ ഇവിടെ എടുക്കുന്ന കോണ്ടന്റിനല്ല ഇമ്പോർട്ടൻറ്റ്, ഈ കോണ്ടന്റ് നിങ്ങളുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യും, നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയുള്ള ഒരു കോണ്ടന്റ് പറയുമ്പം അല്ലെങ്കിൽ ഇതൊരു കാര്യം പറയുമ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ബിസിനസ് മോഡലിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു അവസരം കൂടിയാണ്. സോ പറ്റുകയാണെങ്കിൽ ഒരു പേപ്പർ പെൻ കയ്യിൽ വെച്ചാൽ വളരെ ഉപകാരവും. ഓൾ റൈറ്റ്, സോ ലെറ്റ് സ്റ്റാർട്ട്. സോ അണ്ടർസ്റ്റാൻഡിങ് ബിസിനസ്, ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. വൈ ബിസിനസ് മോഡൽ മാറ്റേഴ്സ്, എന്തുകൊണ്ടാണ് ബിസിനസ് മോഡൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് കാരണമാണ് ബിസിനസ് മോഡൽസ് ഇത്രയും പ്രസക്തി ഉള്ളത് എന്നുള്ളത് നോക്കാം നമുക്ക്. പലപ്പോഴും ബിസിനസ് മോഡലും സ്ട്രാറ്റജിയും എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ കൺഫ്യൂസ് ചെയ്ത് പോവാറുണ്ട്. സ്ട്രാറ്റജി എന്താണെന്നും ബിസിനസ് മോഡൽ എന്താണെന്നും നമുക്കൊന്ന് തിരിച്ചറിയാം. മൂന്നാമത്തേത്, വി ഹാവ് സ്റ്റെപ്സ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ബിസിനസ് മോഡൽ. നിങ്ങളുടെ ഒരു ബിസിനസ്, എല്ലാ ബിസിനസ്സിനും ബിസിനസ് മോഡൽ ഉണ്ടാവും, പക്ഷെ നമ്മൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ. നിങ്ങളുടെ ബിസിനസ് മോഡലിനെ ആദ്യം തിരിച്ചറിയാന്നുള്ളതാണ്. അത് എങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? വാട്ട് ബിസിനസ് മോഡൽ ഡു യു ഓപ്പറേറ്റ് ഇൻ? നിങ്ങളുടെ ബിസിനസ് ഏത് ബിസിനസ് മോഡലിന്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട്. നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു സർവീസ് ഉണ്ട്, ആ സർവീസ് വിറ്റ് പോകുന്നുണ്ട്, സർവീസ് വിറ്റിട്ട് നമുക്ക് അതിന് പൈസ ഉണ്ടാക്കുന്നുണ്ട്, പ്രോഫിറ്റ് വരുന്നുണ്ടോ വരുന്നില്ലേ, ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. പക്ഷെ ഇങ്ങനെ ഒരു സാധനം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇതിലൊരു ബിസിനസ് മോഡൽ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിയില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. സോ വിൽ ട്രൈ ടു ഐഡന്റിഫൈ, വിൽ ഹെൽപ്പ് യു. ഇന്നത്തെ സെഷനിലേക്ക് കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ്. എന്താണ് നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ബിസിനസ് മോഡൽ? ടൈപ്സ് ഓഫ് ബിസിനസ് മോഡൽസ്, മാർക്കറ്റിൽ ഇന്ന് എന്തൊക്കെ ടൈപ്പ് ബിസിനസ് മോഡൽസ് ഉണ്ടെന്ന് നമ്മൾ ചില സ്പെസിഫിക് എക്സാമ്പിൾസിലേക്ക് കൂടെ നമുക്ക് കാണാൻ പറ്റും. ദെൻ ഫൈനലി വിൽ സീ, ആവശ്യമുണ്ടോ റീഇൻവെന്റിങ് യുവർ ബിസിനസ് മോഡൽ? നിങ്ങളുടെ ബിസിനസ് മോഡൽ വീണ്ടും മാറ്റി മറിക്കേണ്ട ആവശ്യമുണ്ടോ? അത് മാറ്റാനുള്ള സമയമായിട്ടുണ്ടോ? ഹൗ കെൻ യു ചെക്ക് ദാറ്റ് എന്നുള്ളതും കൂടി നമ്മൾ കാണും. സോ ആർ യു റെഡി ടു ഡൈവ് ഇൻ? ഇഫ് യു ആർ റെഡി ടു ഡൈവ് ഇൻ, പ്ലീസ് പോസ്റ്റ് യെസ് ഇൻ ദ ചാറ്റ് ബോക്സ് ആൻഡ് വൈ ഇൻ ദി കമന്റ് ബോക്സ് ഓഫ് യുവർ യൂട്യൂബ്. Are you ready? Yes, you're ready. All right. Thank you so much. Yes, Chef, and you're ready. Tanveer, you're ready. All right. And YouTube viewers, I am not watching the YouTube live right now, but then I'll definitely get back to you. So keep posting your comments. I'll be there. ഇനി ഇതിന്റെ ഇടയിൽ കൂടെ എവിടെയെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ പ്രീമിയം യൂസേഴ്സിന്, സൂം യൂസേഴ്സിന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇനിയും യൂട്യൂബ് യൂസേഴ്സിന് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് ഗോ അഹെഡ് ആൻഡ് ടൈപ്പ് ഇൻ യുവർ ചാറ്റ് ബോക്സ്. ഐ കണക്ട് ടു യു റൈറ്റ് ആഫ്റ്റർ ദ സെഷൻ കഴിയണം എന്നില്ല, അതിന്റെ ഇടയിലും യു ക്യാൻ ഓൾവേസ് പോസ്റ്റ് യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഐ ക്യാൻ ഹാൻഡിൽ. Alright, okay. സിമ്പിൾ ആയിട്ട് ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പണ്ട് ബിസിനസ് മോഡൽസ് എന്ന് പറയുമ്പോൾ ഈ ഇന്റർനെറ്റിന്റെ കാലത്ത് ഭയങ്കരമായ, അതായത് ഇന്റർനെറ്റ് തുടങ്ങിയ സമയമുണ്ടല്ലോ, ആ ഒരു .com ബൂം ഒക്കെ തുടങ്ങിയ സമയം, ഒരു 2006, 2007, 2008 ആ ഒരു സമയത്ത് ബിസിനസ് മോഡൽ എന്ന് പറയുന്ന വാക്ക് ഭയങ്കര ബൂമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏത് കമ്പനിക്കും ഭയങ്കരമായിട്ട് ബിസിനസ് മോഡൽ, ഈ ബിസിനസ് മോഡലാണ് വർക്ക് ചെയ്യുന്നത്, ആ ബിസിനസ് മോഡലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ബിസിനസ് ഐഡിയ വന്ന സ്റ്റാർട്ടപ്പിന് തൊട്ട് മുമ്പേ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ബിസിനസ് ഐഡിയ വന്ന ഉടനെ ആൾക്കാർ പെട്ടെന്ന് കാണിക്കുന്നത് ഒരു ബിസിനസ് മോഡലാണ്. ബിസിനസ് മോഡൽ എന്ന വാക്ക് പറയുമ്പോൾ നിങ്ങൾ ചില പേർക്കെങ്കിലും ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞ വാക്ക് വരുമ്പോൾ ഒരു വൈറ്റ് ബോർഡ്, അതിൽ കുറെ കാൽക്കുലേഷൻസ്, കുറെ ചാർട്ട്സ്, ഫ്ലോ ചാർട്ട്സ്, അത് ഇവിടെ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണ് കാണുക. കാരണം അതേപോലെയാണ് ബിസിനസ് മോഡലിനെ പോർട്രേ ചെയ്തിരുന്നത്. ഈ ബിസിനസ് മോഡൽ ഒരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ട് പല രീതിയിലും ആൾക്കാർ ഉണ്ടാക്കിയിരുന്നു. .com കാലത്ത് ഇഷ്ടംമാതിരി കൺസൾട്ടൻസും ഇഷ്ടംമാതിരി ഓൺടർപ്രണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് അതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഈ ബിസിനസ് മോഡലിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്രയും മണി, ഇത്രയും ഇതുണ്ടാവും എന്നുള്ള ഒരു അസംഷന്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം ബിസിനസ് മോഡൽ എന്ന് പറയുന്ന വാക്കിന് തന്നെ അത് പറ്റിക്കലാണോ, റെഡി ആവുമോ, അങ്ങനെ ഒരു ബിസിനസ് മോഡൽ നമ്മുടെ കയ്യിൽ കൊണ്ടു തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ? അതിന് റിയാലിറ്റി ആയിട്ട് ഭയങ്കരമായ ഒരു ഡിഫറൻസ് വന്നുകൊണ്ട് തന്നെ ആൾക്കാർ ഈ ബിസിനസ് മോഡൽ എന്ന് പറയുന്ന ഒരു വാക്കിനെയും
ആ ബിസിനസ് മോഡൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെയും യൂസ് ചെയ്യാണ്ട് ആയിപ്പോയിട്ടുണ്ടായിരുന്നു. സിമ്പിൾ സാധനങ്ങളാണ്. അപ്പൊ ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇപ്പോഴും മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ബിസിനസ് മോഡൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇപ്പോഴും യൂസ്ഫുൾ ആണ്. അതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അത് മുമ്പോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. സോ സിമ്പിൾ ലോജിക് ബിഹൈൻഡ് എനി ബിസിനസ് മോഡൽ ഇസ് ഇറ്റ് ഇസ് എ സ്റ്റോറി ദാറ്റ് ടെൽസ് ഹൗ യുവർ എന്റർപ്രൈസ് വർക്ക്സ്. നിങ്ങളുടെ കമ്പനി എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ബിസിനസ് മോഡൽ. റൈറ്റ്? ആ ബിസിനസ് മോഡലിന് ചില ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ സാധിക്കണം. ചില ക്വസ്റ്റ്യൻസ്, എ ഗുഡ് ബിസിനസ് മോഡൽ ആൻസേഴ്സ് ദീസ് ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ബിസിനസ് മോഡലിന് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ നോക്കുക. നമ്പർ 1, ഹൂ ഇസ് എ കസ്റ്റമർ? ഹൂ ഈസ് ദ കസ്റ്റമർ? അതായത് നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്നുള്ളത് നിങ്ങളുടെ ബിസിനസ് മോഡലിന്, നിങ്ങളുടെ ബിസിനസ്സിന് അത് ഉത്തരം നൽകാൻ സാധിക്കുന്നുണ്ടോ? യെസ്. വാട്ട് ഡസ് ദി കസ്റ്റമർ വാല്യൂ? നിങ്ങളുടെ കസ്റ്റമറിന് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയാലാണ് ഭയങ്കര വാല്യൂ തോന്നുക, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നുക? വാട്ട് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ കസ്റ്റമർ? അല്ലെങ്കിൽ വാട്ട് ഡസ് ദി കസ്റ്റമർ വാല്യൂ? Third, very simple question. How do we make money in business? നിങ്ങളുടെ ബിസിനസ്സിൽ ഏത് രീതിയിലാണ് പ്രോഫിറ്റ് വരിക? ബിസിനസ് മാൻ 360 കോഴ്സ് അറ്റൻഡ് ചെയ്തവര് കണ്ടിട്ടുള്ള വീഡിയോസിൽ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. ഇഫ് യുവർ ബിസിനസ് ഇസ് നോട്ട് മേക്കിംഗ് പ്രോഫിറ്റ്, ഇറ്റ്സ് മിയർ an NGO. അതായത് വെറും ഒരു നോൺ ഗവൺമെന്റ്, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മാത്രമാണ് അതിനെ ബിസിനസ് എന്നല്ല പറയാം. If your work is not able to generate the income, the cash flow, then it is not the, it is ഭയങ്കര പാഷൻ ഉണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ വർക്കിൽ ഭയങ്കരമായ പാഷൻ ഉണ്ട്. If you have a lot of passion, if you have a lot of interest, then that's mere a hobby. It is not a business. Right? If your business is not able to generate income for other people, അത് ആ മറ്റു ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനോ വർക്ക് ജനറേറ്റ് ചെയ്യാനോ നിങ്ങളുടെ ബിസിനസ്സിന് സാധിക്കുന്നില്ലെങ്കിൽ, then you are merely a self-employed person. That is not a business. So that is what exactly is very important. ഒരു ബിസിനസ് മോഡൽ ആയാൽ അതിനൊരു ഉത്തരം, അതായത് ആ ഒരു ബിസിനസ് മോഡലിന് should be able to answer how do we make money in business? ഏത് രീതിയിലാണോ ബിസിനസ്സിൽ പൈസ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക? ആൻഡ് വാട്ട് ഈസ് ദി അണ്ടർലൈങ് എക്കണോമിക് ലോജിക്? എക്കണോമിക് ലോജിക് എന്ന് വെച്ചാൽ ഏത് രീതിയിലാണ് ക്യാഷിന്റെ ഇൻഫ്ലോ വരുന്നത്, എങ്ങനെയാണ് ഔട്ട്ഫ്ലോ വരുന്നത്, നമുക്ക് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, മാർജിൻസ് ഉണ്ടോ, പ്രോഫിറ്റ്സ് ഉണ്ടോ, എങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്? ഇങ്ങനത്തെ ഒക്കെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ബിസിനസ് മോഡൽ. So a good business model always answers these questions. Who is a customer? What does the customer value? How do we make money in the business? And what is the underlying economic logic? Correct? ഈ ബിസിനസ് മോഡൽസ് ഇങ്ങനെ ജനറേറ്റ്, അതായത് ബിസിനസ് മോഡൽസിന് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല. ഓക്കെ, വളരെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു എക്സാമ്പിൾ, അതിങ്ങനെ ജനറേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ഓരോ മോഡൽസ് ഡെവലപ്പ് ആയി വരികയാണ്. നമുക്കിത് പഴയ കാര്യങ്ങളോ ചില എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ബിസിനസ് മോഡൽ ജനറേറ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റ് ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ട്രാവൽ ചെക്സിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. ട്രാവൽ ചെക്ക്, ഓരോ കമ്പനീസും ട്രാവലിന് ചില പ്രീമിയം കാർഡ്സ്, അല്ലെങ്കിൽ ട്രാവൽ കാർഡ്സ് എന്ന് പറയാം, പണ്ട് ഇതിന് ട്രാവൽ ചെക്സ് എന്നാണ് പറയാം, ഒരു ട്രാവൽ കാർഡ് തരും. അതായത് ഇത്രയും നിങ്ങൾ ഇയർലി മെമ്പർഷിപ്പ് അടിച്ചു കഴിഞ്ഞാൽ, ഇനി ട്രാവൽ കാർഡ്സ് ഇല്ല, അതിന് മുമ്പേ ചില കമ്പനീസിലെ സ്റ്റെർലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലബ് മഹീന്ദ്ര ഉണ്ട്, അവരുടെയൊക്കെ ഓരോ ഹോളിഡേ ചെക്സ് ഉണ്ടാവും. ഹോളിഡേ ചെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം 25,000 രൂപ എല്ലാ വർഷവും അടച്ചുകൊണ്ടിരിക്കാം. പിന്നെ അവരുടെ തന്നെ പ്രോപ്പർട്ടിയിൽ എവിടെയെങ്കിലും ഒക്കെ പോയി നിങ്ങൾ ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്താൽ യു ഗെറ്റ് 15%, 20%, 30%, വാട്ട് എവർ ഡിസ്കൗണ്ട് ഇസ് ആപ്ലിക്കബിൾ. കറക്റ്റ്? ഈ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട്, ഇങ്ങനെ ഒരു ബിസിനസ് മോഡൽ ആദ്യമായിട്ട്, ഈ ബിസിനസ് മോഡലിന്റെ ഒരു സക്സസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യു ക്യാൻ ഓൾവേസ് ഹാവ് എ ക്രെഡിറ്റ്, അതായത് ഈ ബാങ്ക്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന മാതിരി നേരത്തെ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് പണം കളക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ഓൾവേസ് ഇൻ യുവർ പോക്കറ്റ്സ്. പിന്നെ പല കസ്റ്റമേഴ്സും ഈ ട്രാവൽ ചെക്സ് അല്ലെ ഹോളിഡേ ചെക്സ് അവൈൽ ചെയ്തിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുന്നവരുണ്ടാവും. അത് വാങ്ങിയിട്ട് ആ ഒരു വർഷം അവർക്ക് ഹോളിഡേ പോകാൻ പറ്റാണ്ടുണ്ടാവും, അല്ലെങ്കിൽ 2 വർഷം അവർക്ക് പോകാൻ പറ്റാണ്ടുണ്ടാവും. ദാറ്റ്സ് ഓൾവേസ് യുവർ പ്രോഫിറ്റ്. കറക്റ്റ്? അത് നിങ്ങളുടെ ഒരു കുറ്റമല്ല. അവർക്ക് അവൈൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ that's always inside your pocket. So that's kind of a bank. In the banks ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ലോൺസ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു സിസ്റ്റം വേർ പീപ്പിൾ ക്യാൻ അഡ്വാൻസ് പേ യു. റൈറ്റ്? ഇത് തുടങ്ങിയത് അമേരിക്കൻ എക്സ്പ്രസ് ആണ്.
അവരുടെ ഒരു ട്രാവൽ ചെക്ക് ആയിട്ടാണ് തുടങ്ങി. അതായത് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു വർഷം കുറേ ട്രാവലുള്ള ആൾക്കാർക്ക് ഒരു ലോയൽറ്റി കാർഡ് അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെക്ക് ഇങ്ങനെ കൊടുത്താൽ അത് അഡ്വാൻസ്ഡ് ആയിട്ട് മേടിച്ചു വെക്കുന്നതാണ്. ദാറ്റ് ഇസ് ദ സിസ്റ്റം. അത് ആക്ച്വലി ഇങ്ങനെ ഒരു ബിസിനസ് മോഡൽ ക്രിയേറ്റ് ആയത് ഒരു ഓപ്പർച്യൂണിറ്റിയുടെ മുകളിലാണ്. അതിന്റെ സിഇഒ എവിടെയോ ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്തപ്പം അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് ലെറ്റേഴ്സ് ആയിരുന്നു ആ കാലത്ത്, 1950s 1890s ആ ഒരു സമയത്തെ കാര്യമാണ്. അപ്പൊ ക്രെഡിറ്റ് ലെറ്റേഴ്സ് ആയിരുന്നു. ആ ലെറ്റേഴ്സ് ഒന്നും റീഫണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കേസിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത്, വിച്ച് ഇസ് കോൾഡ് ട്രാവൽ ചെക്സ്, വിച്ച് കെയിം ഓൺ ടു പിന്നെ ഗ്രാജുവലി അത് കുറേശ്ശെ ആയപ്പോൾ ലോയൽറ്റി കാർഡ്സ് ആയി മാറി. ലോയൽറ്റി കാർഡ്സ് പിന്നീട് ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് മാറി. ദാറ്റ്സ് ഹൗ യു ഇവോൾവ്. അങ്ങനെയാണ് ഒരു ബിസിനസ് മോഡൽ ഇവോൾവ് ആവുന്നത്, റൈറ്റ്? അപ്പൊ ബിസിനസ് മോഡലും സ്ട്രാറ്റജിയും, അടുത്ത വാക്ക് നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് സ്ട്രാറ്റജി. ബിസിനസ് മോഡൽ ഇസന്റ് സ്ട്രാറ്റജി. സ്ട്രാറ്റജി അല്ല. എന്താണ് സ്ട്രാറ്റജി ആൻഡ് എന്താണ് ബിസിനസ് മോഡൽ? ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിന്റെ ഒരു യൂണിറ്റ് വൈസ് പീസ് ബൈ പീസ് സിസ്റ്റമാണ് ബിസിനസ് മോഡൽ. അതായത് എങ്ങനെയാണ് നിങ്ങളുടെ കമ്പനിയിലേക്ക് കസ്റ്റമർ എക്വയർ ചെയ്യുന്നത്, ഏത് രീതിയിൽ എന്ത് സർവീസും എന്ത് പ്രോഡക്റ്റുമാണ് നമ്മൾ കൊടുക്കുന്നത്, അതിനുശേഷം എങ്ങനെ നമ്മൾ അതിന്റെ മാർജിൻസ് ഉണ്ടാക്കുന്നു, എങ്ങനെ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്നു, ഏത് രീതിയിൽ മണി അല്ലെങ്കിൽ മണി ജനറേറ്റ് ആവുന്നു ബിസിനസ്സിൽ എന്നതാണ്. ദാറ്റ് ഈസ് യുവർ ബിസിനസ് മോഡൽ, റൈറ്റ്? ഡു യു അഗ്രി ടു ദാറ്റ്? How many of you agree to this and how many of you are clear on this? If you're clear, if you're agree business model ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ please post a yes in the chat box, and if not, you can post not clear. And to all our YouTube viewers, thank you so much, Habib, Shahul, and all for joining us on YouTube and responding so well. Thank you so much. And for all our Zoom viewers, hopefully you are clear on this. Yes, Sudeep, thank you so much, Chef and Tanveer. Yes, you're clear on ബിസിനസ് മോഡൽ എന്താണ്. ഇനിയിപ്പോ ബിസിനസ് മോഡലും സ്ട്രാറ്റജി തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ് നമ്മൾ ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ വാക്ക് ജനറലി കേട്ടിട്ടുള്ളത്? വേർ ഹാവ് യു ലിസൺ ടു ദിസ് സ്ട്രാറ്റജി? സ്ട്രാറ്റജി എന്നുള്ള ഒരു ടേം. യെസ്, സ്ട്രാറ്റജി എന്നുള്ള ടേം നമ്മൾ സാധാരണ മാർക്കറ്റിംഗിന്റെ സ്ട്രാറ്റജി അല്ലേ? ഓരോന്നിന്റെയും പ്ലാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങുമ്പം ഒരു സ്ട്രാറ്റജി ആ ഒരു പോയിന്റിലാണ് കേട്ടിട്ടുള്ളത്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഫാക്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ കോമ്പറ്റീറ്ററിന് അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്ററിനെക്കാട്ടിലും മുകളിൽ പോകാനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാനിനെയാണ് ഇൻ റിയാലിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എഗ്രി ഓർ നോട്ട്? സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വളരെ ഏതൊരു ബിസിനസ് മോഡലും ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്ട്രാറ്റജൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു പോവാറുണ്ട്. കാരണം വൺസ് യു റീച്ച് ദാറ്റ് പോയിന്റ്, അതായത് ഒരു കോമ്പറ്റീറ്ററെ ഫേസ് ചെയ്യാനുള്ള ഒരു പോയിന്റിലേക്ക് ഒരു ബിസിനസ് മോഡൽ എത്തിക്കഴിയുമ്പം how to be different from your competitor, how to be beyond your competitor is where we bring in this word called strategy. അപ്പൊ definitely സ്ട്രാറ്റജിയും ഇതും തമ്മിൽ കൺഫ്യൂസ് ചെയ്യരുത്. Now there's another one. Now, does your business model work well? നിങ്ങളുടെ ബിസിനസ് മോഡൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? Is it working or is it still there? അതോ അത് പ്രോപ്പർ ആയിട്ടുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ we definitely need some test, അല്ലേ? ഒരു ടെസ്റ്റിന്റെ അത്യാവശ്യമുണ്ട് ബിസിനസ് മോഡൽ വർക്കിംഗ് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്താണ് ആ ടെസ്റ്റ്? ഡസ് യുവർ ബിസിനസ് മോഡൽ റിയലി വർക്ക് വെൽ എന്നുള്ളതിന് അറിയാനുള്ള ഒരു ടെസ്റ്റ്. സോ ആർ യു റെഡി ടു ഗോ ഫോർ ദാറ്റ് ടെസ്റ്റ്? ഇഫ് യെസ്, പ്ലീസ് പോസ്റ്റ് യെസ് ഇൻ ദ ചാറ്റ് ബോക്സ് or in the comment box. So ready for the critical test of your business model. നിങ്ങളുടെ ബിസിനസ് മോഡൽ വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നില്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് you need a test, and we are going right away to that test. അതിന് മുമ്പേ ടെസ്റ്റിന് മുമ്പേ ബിസിനസ് മോഡൽ തിരിച്ചറിയണ്ടേ? നമുക്ക് എന്തൊക്കെയാണ് ഒരു ബിസിനസ് മോഡൽ ഉണ്ടാവണ്ടേന്ന് തിരിച്ചറിയാനായിട്ട് we have something for here. All right, understand your business model. All right, okay. ഏത് മോഡലിലാണ് നിങ്ങളുടെ ബിസിനസ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് 3 ഫാക്ടേഴ്സ് ആണ് വേണ്ടത്. 3 ഫാക്ടേഴ്സ്. ദിസ് ഇസ് എക്സാക്ട്ലി വേർ വി വാണ്ടഡ് യുവർ പെൻ ആൻഡ് പേപ്പർ ലൈവ് ദെയർ. ആ ഒരു പെൻ ആൻഡ് പേപ്പർ അവിടെ ഉണ്ടാവണം. കസ്റ്റമർ വാല്യൂ പ്രൊപ്പോസിഷൻ. ഓക്കെ, നിങ്ങളുടെ മോഡൽ, ഇസ് ഇറ്റ് ഹെൽപ്പിംഗ് യുവർ കസ്റ്റമേഴ്സ് പെർഫോം എ ജോബ് ദാറ്റ് ഇസ് ഓൾട്ടർനേറ്റീവ് ഓഫറിംഗ്സ് ഡസ് നോട്ട് അഡ്രസ്? അതായത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ്
പ്രൊവൈഡ് ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ യുണീക്ക് ആയിട്ടുള്ള വേറെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് നേടാനുള്ള കാര്യങ്ങൾ വിച്ച് യുവർ കോമ്പറ്റീറ്റേഴ്സ് ഡു നോട്ട് പ്രൊവൈഡ്, അങ്ങനെയുള്ള ഒരു സർവീസ്, അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? Are you adding value to your customers' life? Are you helping your customers do something easier? എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കസ്റ്റമറിന് എളുപ്പത്തിൽ നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അത് നിങ്ങളെ മാതിരി വേറെ കോമ്പറ്റീറ്റേഴ്സ് ആരും നിങ്ങളുടെ അത്രയും നന്നായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും ഗംഭീരമായിട്ട് വേറൊരു കോമ്പറ്റീറ്റേഴ്സും കൊടുക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? That is customer value proposition. അങ്ങനെ ഉണ്ടെങ്കിൽ your business model is working. First point is checklist. Are we good? Yes or no? Customer value proposition എന്തെങ്കിലും സംശയമുള്ളവരെ ചോദിക്കാം. Customer value proposition checklist ചെയ്തിട്ടുള്ളവരെ let's move on. Are we ready to move on? Please write a move on the chat box. Model helps the customer perform a job that your competitors don't address. Are we ready? Yes. All right. Okay. Thank you. The second one is profit formula. Ningada business le, is there a profit? Move on. Thank you, Dr. Sudeep. All right, profit formula. നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അല്ലെ ഈ ഒരു കസ്റ്റമർ വാല്യൂ കൊടുത്തോണ്ട് തന്നെ അറ്റ് ദ സെയിം ടൈം, അതായത് കസ്റ്റമർ വാല്യൂവിൽ ഒരു കുറവും വരാണ്ട് അതേ സമയത്ത് ഈസ് യുവർ മോഡൽ ജനറേറ്റിംഗ് വാല്യൂ ഫോർ യുവർ കമ്പനി? ഒരു റവന്യൂ മോഡൽ, ഒരു കോസ്റ്റ് സ്ട്രക്ചർ, മാർജിൻസ്, ഇൻവെന്ററി ടേൺ ഓവർ എന്ത് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഒരു വാല്യൂ ഫോർ ദ കമ്പനി ആർ യു ഏബിൾ ടു ക്രിയേറ്റ്, ഒരു പ്രോഫിറ്റ് ആർ യു ഏബിൾ ടു ക്രിയേറ്റ്? Yes, if you are able to create, yes. If you are not there, പിന്നെ ചിലതില് യെസിന്റെയും നോന്റെയും ഇടയിലും ആവാം ആൻസേഴ്സ്. Yes, we are creating profits, but not enough. We want to create more. അങ്ങനെയാണെങ്കിൽ just note it down. Why are we understanding your current business model? Because we want to check ഈ ഒരു ന്യൂ ഇയറിൽ ഈ ഒരു സമയത്ത് പുതിയ ഇനീഷ്യേറ്റീവ്സ് വരുമ്പം ബിസിനസ് മോഡൽ മാറ്റാറായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. ഇഷ്ടംമാതിരി കമ്പനീസ്, സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനീസ് ഹാവ് ചേഞ്ച് ദെയർ ബിസിനസ് മോഡൽസ് ടു ഡിഫറെന്റ് വേസ്. ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കൻ എക്സ്പ്രസിന്റെ എക്സാമ്പിൾ ആണെങ്കിലും ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന പല എക്സാമ്പിൾസിലും യു വിൽ സീ ഹൗ തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. സോ ഡു യു ഹാവ് ദാറ്റ് പ്രോഫിറ്റ് ഫോർമുല? യെസ്. ഇനി മൂന്നാമത്തേത്, ഈസ് യുവർ കമ്പനി ഏബിൾ ടു യൂസ് സം കീ റിസോഴ്സസ് ആൻഡ് പ്രോസസ്സസ്? എന്തെങ്കിലും ഒരു പ്രോസസ്സും റിസോഴ്സസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണോ കമ്പനി എടുക്കുന്നത്? അതായത് ഈ കമ്പനി ഫോം ചെയ്തത് അല്ലെ എന്റർപ്രൈസ് വർക്ക് ചെയ്യുന്നത് ആൾക്കാർ, വാട്ട് ആർ ദ ഡിഫറെന്റ് റിസോഴ്സസ് ദാറ്റ് യു യൂസ്? പീപ്പിൾ, ടെക്നോളജി, കമ്പനിയിലുള്ള പല അസെറ്റ്സ്, ഫെസിലിറ്റീസ്, ട്രെയിനിങ് പോലെയുള്ള ഒരു പ്രോസസ്, അതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണോ ഈ കസ്റ്റമർ വാല്യൂ, അതായത് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണോ ഈ വാല്യൂ ഡെലിവർ ചെയ്യുന്നത്? അതോ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരാളായിട്ട് മാത്രമാണോ ചെയ്യുന്നത്? Idea is, if your business model is working, you will use all these resources properly. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും പ്രോപ്പർലി യൂസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അതിനെ ഒരു ബിസിനസ് മോഡൽ, വർക്കിംഗ് ബിസിനസ് മോഡൽ, എഫിഷ്യന്റ് ബിസിനസ് മോഡലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുള്ളൂ. So 3 very crucial points to understand your business model. Number 1, customer value proposition. Number 2, profit formula. That is, you're generating profits, you're able to generate more and more profits. And number 3, key resources and processes. എല്ലാ റിസോഴ്സും ഉള്ള റിസോഴ്സസും ഉള്ള പ്രോസസ്സും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. Are we there? ഇനി കുറച്ചും കൂടി ചിലവർക്ക് എവിടേക്കോ ചെറിയൊരു സംശയങ്ങൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ ഫോർ എക്സാമ്പിൾ, കസ്റ്റമർ വാല്യൂ പ്രൊപ്പോസിഷൻ. എക്സാമ്പിൾ, നമുക്കൊരു ചെറിയ ഒരു ക്ലിനിക്കിന്റെ എക്സാമ്പിൾ, മൈന്യൂട്ട് ക്ലിനിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ബ്രാൻഡ് ഓഫ് ക്ലിനിക് ഉണ്ട്. മൈന്യൂട്ട് ക്ലിനിക്സ് എനേബിൾ പീപ്പിൾ ടു വിസിറ്റ് ഡോക്ടേഴ്സ് ഓഫീസ് വിതൗട്ട് അപ്പോയിന്റ്മെന്റ്സ്. ഡോക്ടറിന്റെ ഓഫീസ് അപ്പോയിന്റ്മെന്റ്സ് ഇല്ലാണ്ട് നമുക്കൊരു ഡോക്ടറിന്റെ ക്ലിനിക് അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ അടുത്ത്, ഒരു ഫേമസ് ആയിട്ടുള്ള സൂപ്പർ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് ഏറ്റവും അധികം നമുക്ക് ബുദ്ധിമുട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഒരു അപ്പോയിന്റ്മെന്റിന് വെയിറ്റ് ചെയ്യണം, കുറേ നേരം ക്യൂ നിൽക്കണം അല്ലെ?
എങ്ങനെയാണ് അതൊരു അപ്പോയിന്റ്മെന്റ്സ് കിട്ടാനായിട്ട് ചിലപ്പോൾ നമുക്കില്ല അത്രയും മെയിൻ ഡോക്ടറിനെ കാണേണ്ട ആവശ്യം ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ ചില കാര്യങ്ങൾ, പക്ഷെ ജസ്റ്റ് ഒന്ന് അയാളുടെ ഐഡിയ അല്ലെങ്കിൽ അയാളുടെ ഒരു അഡ്വൈസ് മാത്രം കിട്ടിയാൽ മതിയായിരിക്കും. ഈ മൈന്യൂട്ട് ക്ലിനിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വാട്ട് ദേ ബ്രോട്ട് ഇൻ വാസ് പീപ്പിൾ ക്യാൻ വിസിറ്റ് വിതൗട്ട് അപ്പോയിന്റ്മെന്റ്സ്. ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റിന് മുമ്പേ തന്നെ വിസിറ്റ് ചെയ്യാം ക്ലിനിക്കിൽ. ആ ഡോക്ടേഴ്സിന് തൊട്ട് ജൂനിയേഴ്സ് അല്ലെങ്കിൽ നേഴ്സ് പ്രാക്ടീഷണേഴ്സ് അവിടെ നിന്നിട്ട് അവരെ അനലൈസ് ചെയ്തിട്ട് അവരെ അസസ് ചെയ്തിട്ട് ആക്ച്വലി മേജർ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ അതിലേക്കാട്ടിലും വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് അവർക്കുണ്ടോ എന്നുള്ളത് സജസ്റ്റ് ചെയ്തതിന് ശേഷം, പലപ്പോഴും കാരണം വലിയൊരു സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയി കഴിയുമ്പോഴായിരിക്കും ഇത് നിങ്ങൾ ഇവിടെയല്ല വരേണ്ടത് വേറെ സ്ഥലത്താണ് പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് അത്രയും മണിക്കൂറുകൾ നമ്മൾ വെയിറ്റ് ചെയ്തതും അത്രയും കാര്യങ്ങളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തതും വെറുതെ ആയി പോവാറുണ്ട്. സോ ദാറ്റ് ഈസ് വൺ വാല്യൂ ദാറ്റ് ദ മോഡൽ ഹാസ് ബീൻ ഏബിൾ ടു ആഡ് ഓൺ ടു, ഇല്ലേ? കസ്റ്റമറുടെ സമയം വെയിറ്റിംഗ് പീരീഡ് വളരെ കുറച്ച് അത് കഴിഞ്ഞിട്ട് ആ ഒരു വാല്യൂ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ലൈക്ക് വൈസ് വാട്ട് ഈസ് ദാറ്റ് വൺ വാല്യൂ ദാറ്റ് യുവർ ബിസിനസ് ക്യാൻ ആഡ്? നിങ്ങളുടെ ബിസിനസ്സിന് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ എന്തായിരിക്കും? ദാറ്റ് ഇസ് വൺ ക്വസ്റ്റ്യൻ. അടുത്ത നമ്മുടെ പ്രോഫിറ്റ് ഫോർമുലയാണ്. വാട്ട് ഇസ് പ്രോഫിറ്റ്? പ്രോഫിറ്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ എങ്ങനെ സാധിക്കും എന്നുള്ള ഒരു പ്രോഫിറ്റ് ഫോർമുലയാണ് അടുത്തതിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ പ്രോഫിറ്റ് ഫോർമുലയുടെ ഒരു എക്സാമ്പിൾ ഈസ് ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഗ്രൂപ്പിന്റെ നാനോ കാർ ഇസ് എൻ എക്സാമ്പിൾ, അല്ലേ? ബഡ്ജറ്റ് കുറച്ചിട്ട് കോസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും അധികം ആൾക്കാരുടെ അടുത്തേക്ക്, മാക്സിമം ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാൻ സാധിച്ച ഒരു വണ്ടിയാണ് ടാറ്റ നാനോ. യെസ് ഓർ നോ? അപ്പൊ ദാറ്റ് ഡെഫിനറ്റ്ലി ഇസ് I hope I'm clear. Are there any audio issues? Can I see a yes if I'm clear, both on the YouTube and on our chat box? I mean, Zoom users, am I audible? Yes, I'm audible. Thank you so much. There was some alert. Okay, thanks a lot. Thank you so much for that. Okay. Qubit, you had mentioned not enough. Profits not enough. Definitely. Every year profit margins കൂട്ടാനാണ് നോക്കേണ്ടത്. അപ്പം തിയററ്റിക്കലി നോക്കുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി കുറച്ച് സമയം ഈ ഒരു ബിസിനസ് മോഡൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമുക്ക് പ്രോഫിറ്റ് മോഡൽ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യാനും പഠിക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം. നമ്മൾ ഈ സ്പോർട്സിലൊക്കെ പറയുന്നില്ലേ, സ്പോർട്സിൽ അത്ലീറ്റ്സിനെയൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അത്ലീറ്റ് പെർഫോം ചെയ്യുന്ന സമയം, എത്ര സമയം ഒരു അത്ലീറ്റ് പെർഫോം ചെയ്യും? ഹൗ ലോങ് ഡസ് എൻ അത്ലീറ്റ് പെർഫോം? ഹാർഡ്ലി 5 seconds. ഒരു 100 meter 400 meters ഒക്കെ റൺ ചെയ്യുന്ന ഒരു അത്ലീറ്റ് എത്ര സമയം പെർഫോം ചെയ്യും? അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ എത്ര സമയം പെർഫോം ചെയ്യും? 10 seconds, 5 seconds, 4 seconds, ലെസ് ദാൻ ദാറ്റ്. അത്ര സെക്കൻഡ്സേ പെർഫോം ചെയ്യുള്ളൂ. അത്രയും സെക്കൻഡ്സ് പെർഫോം ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ടൈം എത്രയാണ്? ഇയേഴ്സ് ഓഫ് പ്രിപ്പറേഷൻ, അല്ലെ? ആ ഒരു കുറച്ച് സെക്കൻഡ് പെർഫോം ചെയ്ത് വിൻ ചെയ്യാനുള്ള ആ ഒരു സമയത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇസ് മച്ച് ഹയർ. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് അതിനകത്തേക്ക് പോകുന്നത്. അതായത് ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്പോർട്സ് എടുത്ത് നോക്കിയാലും 90% പ്രിപ്പറേഷൻ ആയിരിക്കും, 10% ആണ് പെർഫോമൻസ് ഉള്ളത്. മെയിൻ ആയിട്ട് ഫീൽഡിൽ ഇറങ്ങുന്നത് 10% ആയിരിക്കും. ബിസിനസ്സിലും അതേപോലെയാണ് ചെയ്യേണ്ടത്. 90% പ്രിപ്പറേഷൻ ടൈമും 10% പെർഫോമൻസ് ടൈമും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കും. പക്ഷെ നമ്മൾ ചെയ്തു പോകുന്നത് തിരിച്ചാണ്. നേരെ ബിസിനസ്സിലേക്ക് ഇറങ്ങുക ചെയ്യുന്നത്, നേരെ പെർഫോമൻസിലേക്ക് ഇറങ്ങുക ചെയ്യുന്നത്. പെർഫോമൻസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കറക്റ്റ് ചെയ്ത് വീണ്ടും തുടങ്ങുകയാണ് ചെയ്യുന്നത്. സോ ഡു സ്പെൻഡ് സം പാർട്ട് ഓഫ് യുവർ ടൈം ഇൻ അണ്ടർസ്റ്റാൻഡിങ് യുവർ ബിസിനസ്, വർക്കിംഗ് ഓൺ യുവർ ബിസിനസ് ആൻഡ് വർക്കിംഗ് വിത്ത് യുവർ ബിസിനസ് ഓണേഴ്സ്. അപ്പൊ അത് ഡെഫിനറ്റ്ലി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ്സ് വെയർ വി ആർ. നമ്മൾ തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ ചോദിച്ചു വന്നത് എക്സാമ്പിൾസ് ആണ്. പ്രോഫിറ്റ് ഫോർമുലയുടെ ഒരു എക്സാമ്പിൾ, ടാറ്റ നാനോയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ കീ പ്രോസസ്സസ്. അതായത് ടാറ്റ നാനോന് ഒരു കാറിന് സക്സസ്ഫുൾ ആയിട്ട് കോസ്റ്റ് കട്ട് ചെയ്ത് മാർജിൻസും ഉണ്ടാക്കി വോല്യൂമിലേക്ക് എത്തണമെങ്കിൽ അവരുടെ കീ റിസോഴ്സസ് അല്ലെങ്കിൽ അവരുടെ കീ ആയിട്ടുള്ള പ്രോസസ്സസ് അതൊക്കെ മാറ്റി പിടിച്ചാൽ മാത്രമേ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ, ഇല്ലേ? അതിന്റെ കീ അവർ യൂസ് ചെയ്യുന്ന അസറ്റ്സ്, കോസ്റ്റ് കട്ട് ചെയ്യണമെങ്കിൽ എന്ത് അസറ്റ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്, ആരൊക്കെയാ യൂസ് ചെയ്യുന്നത്, ആൾക്കാരെ അതിനനുസരിച്ചിട്ട് അവർ ട്രെയിൻ ചെയ്ത് എടുക്കണം. കാരണം പുതിയൊരു പ്രോസസ്സ് അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുമ്പം അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് അവരുടെ ആൾക്കാർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എക്യൂപ്പ് ചെയ്യണം ആൾക്കാരെ. And that definitely takes it. So key processes, key resources have to be utilized.
ഇനി എവിടെയാണ് ബിസിനസ് പ്രോസസ് മാറണോ മാറണ്ടേ എന്ന് തിരിച്ചറിയേണ്ടത് അല്ലേ? ഹൗ ഡു യു നോ ഒരു ബിസിനസ് മോഡൽ ഞങ്ങൾ മാറ്റണോ വേണ്ടയോ? ഫോർ എക്സാമ്പിൾ, ഇഫ് യുവർ കമ്പനി ഒരു ഓപ്പർച്യൂണിറ്റിയുടെ മുകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബിസിനസ് മോഡൽ വേണമെങ്കിൽ മാറ്റി പണിയാം. ഒരു ഓപ്പർച്യൂണിറ്റിയുടെ മുകളിൽ എന്താണ് ആ ഓപ്പർച്യൂണിറ്റി? ഫോർ എക്സാമ്പിൾ, കുറെ ലാർജർ ക്രൗഡ്സിലേക്ക് നിങ്ങൾക്ക് എത്തണം, കുറെ വലിയ ക്രൗഡിലേക്ക് എത്തണം. ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്യുന്ന പോലെ ഇപ്പൊ നിങ്ങളുടെ കമ്പനി ഒരു പ്രീമിയം സർവീസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുക. വളരെ പ്രീമിയം ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അത് കാണുന്നുള്ളൂ, അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അത് യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ്. ബട്ട് യു വോണ്ട് ടു റീച്ച് ഔട്ട് ടു എ ലാർജർ ക്രൗഡ്, ലാർജർ ആയിട്ട് വലിയ ക്രൗഡിലേക്കാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ യു ക്യാൻ ചേഞ്ച് യുവർ ബിസിനസ് മോഡൽ. ഞാൻ നാനോന്റെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് തന്നെ അത് തന്നെ ക്യാരി ഫോർവേഡ് ചെയ്യാണ്. ടാറ്റ എന്ന് പറഞ്ഞ കമ്പനി വാസ് ഇൻ ടു ഇന്നോവ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രീമിയം വെഹിക്കിൾസിന്റെ ഇടയിൽ നിന്ന് നാനോ അല്ലെ സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് വന്നപ്പം ഇറ്റ് ഹാഡ് ടു ചേഞ്ച് ഇറ്റ്സ് ബിസിനസ് മോഡലിനെ മാറ്റേണ്ടി വന്നിരുന്നു. ഇനി രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി വേർ യു ക്യാൻ ചേഞ്ച് യുവർ ബിസിനസ് മോഡൽ, പുതിയ ടെക്നോളജി നിങ്ങളുടെ ഫീൽഡിലേക്ക് വരിക എന്ന് വിചാരിക്കുക, പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളുടെ ഫീൽഡിൽ വരിക എന്ന് വിചാരിക്കുക. ദെൻ ഡെഫിനറ്റ്ലി ഇനി അങ്ങനെയല്ല, ഇപ്പോഴത്തെ ടെക്നോളജി ഇപ്പോഴത്തെ ഒരു സാധനം നിങ്ങൾ പുതിയ മാർക്കറ്റിലേക്ക് ട്രൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ യു ഡെഫിനറ്റ്ലി ഹാവ് എ ചാൻസ് ഫോർ ചേഞ്ചിങ് ഇൻ ബിസിനസ് മോഡൽ മാറ്റാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. ഇനി ആവശ്യമായിട്ട് വരും, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നേരത്തെ ബിസിനസ് മോഡൽ മാറ്റാൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ നമുക്ക് മാറ്റാം. പക്ഷെ ചില സമയത്ത് ബിസിനസ് മോഡൽ മാറ്റണം എന്ന് അത്യാവശ്യമായി പോവാറുണ്ട്. അത്യാവശ്യമാണ്, ബിസിനസ് മോഡൽ മാറ്റിയേ പറ്റൂ. എവിടെയാ വരുന്നതെന്ന് വെച്ചാല് കറന്റ് ബിസിനസ് മോഡലിൽ ഒട്ടും പ്രോഫിറ്റ് ജനറേഷൻ ഇല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് നടക്കരുത്. ഇറ്റ്സ് ഹൈ ടൈം. പലപ്പോഴും പല ബിസിനസ് ഓണേഴ്സും നിങ്ങൾ ബാക്കിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ ലെവലിന് ബിസിനസ് ഓണേഴ്സ് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്ക്രാച്ചിൽ തുടങ്ങുന്ന ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സ് ഫിനാൻഷ്യലി ഡ്രെയിൻ ഔട്ട് ആയി പോകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. വെൻ ദേ ഡോണ്ട് റിയലൈസ്, കാരണം പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നില്ല, ഏതെങ്കിലും ഒരു കാലത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മുകളിലേക്ക് പേഴ്സണൽ ഇൻകമും മാറ്റി വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇൻപുട്ട് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടെങ്കിൽ ദ പ്രോബ്ലം ഈസ് യു ഡോണ്ട് റിയലൈസ് ദാറ്റ് അതേ ബിസിനസ് മോഡലിൽ അതേ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നെങ്കിൽ റിസൾട്ട്സ് മാറാൻ പോകുന്നില്ല. യു ഡെഫിനറ്റ്ലി ഹാവ് ടു ചേഞ്ച് സംതിങ്. പിന്നെ മറ്റാമത്തെ ആവശ്യം വരുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക, ഒന്ന് ആവശ്യങ്ങൾ, അതായത് ഇൻ ദ നീഡ്. ആവശ്യം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വെൻ യു റെസ്പോണ്ട് ടു ദ ഷിഫ്റ്റ്സ് ഇൻ കോമ്പറ്റീഷനിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് അല്ലാതെ കോമ്പറ്റീഷൻ വരുന്നുണ്ട്, കോമ്പറ്റീഷൻ ഇനിയും ഇതിലധികം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് വെർ യു ചേഞ്ച് യുവർ ബിസിനസ് മോഡൽസ്. അവിടെയാണ് നമ്മൾ ബിസിനസ് മോഡൽസ് ഏറ്റവും അധികം മാറ്റാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങളാണ് വേർ യു ഹാവ് ടു ചേഞ്ച് ഓർ വേർ യു ഹാവ് ടു ബ്രിങ് ഇൻ എ ഡിഫറൻസ് ഇൻ യുവർ ബിസിനസ് മോഡൽസ്. ഹോപ്പ്ഫുള്ളി ദിസ് വാസ് ക്ലിയർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇതിൽ ഏതാണ് നിങ്ങളുടെ ബിസിനസ് മോഡൽ ഉള്ളത് എന്നുള്ളത് കുറച്ചും കൂടി ക്ലിയർ ആവാനായിട്ട് വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ്. ബട്ട് ബിഫോർ വി ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ്, വാസ് ദ സെഷൻ യൂസ്ഫുൾ സോ ഫാർ? ഇതുവരെയുമുള്ള സെഷൻ ബിസിനസ് മോഡൽസിനെ കുറിച്ചൊരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ആ ഒരു സെഷൻ വാസ് ഇറ്റ് യൂസ്ഫുൾ? Can I see a yes in the chat box and in the comment box? I see a lot of YouTube viewers watching us. Thank you so much, Nobi, Shefet, Nofal, Cubit, Habib, Shahul, for joining us and responding to us. All right, so we are going to, yes, Shefin, thank you so much. Okay, so let me quickly take you to different types of business models. Once പലതരം ടൈപ്സ് ഓഫ് ബിസിനസ് മോഡൽസ് ഉണ്ട്. എന്തൊക്കെ ടൈപ്പും ചില എക്സാമ്പിൾസും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വി വിൽ ഹാവ് എ ഫെയർ ഐഡിയ ഓഫ് വാട്ട് എക്സാക്ട്ലി ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് മോഡൽസ്. ഓക്കെ, സോ ഹിയർ യു ഗോ. സോ വി ഹാവ് ദ ഫസ്റ്റ് വൺ ഇസ് അഫിനിറ്റി ക്ലബ്. അഫിനിറ്റി ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല അസോസിയേഷൻസും ആയിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദാറ്റ് മെമ്പേഴ്സ്. അപ്പൊ നമുക്ക് ലൈക് വി ആർ ഓൾ എ പാർട്ട് ഓഫ് ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് കോൾ JCI, BNI, CMA, അങ്ങനെ പറഞ്ഞിട്ട് പല ഓർഗനൈസേഷൻ അവരുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഓഫർ ഓൺലി ഫോർ JCI മെമ്പേഴ്സ്, ഓൺലി ഫോർ BNI മെമ്പേഴ്സ്, ഓൺലി ഫോർ എക്സ്ക്ലൂസീവ്ലി ഫോർ വെൻ മെമ്പേഴ്സ്. ആ ഒരു അസോസിയേഷന്റെ ഭാഗമായതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണെന്നുള്ള ഒരു ഫീലിംഗ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്
ബേസിക്കലി എഫിനിറ്റി ക്ലബ് എന്ന് പറയുന്ന ഒരു ബിസിനസ് മോഡൽ. എഫിനിറ്റി ക്ലബ് അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്കും അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ വോള്യൂം ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാനും പറ്റും. വോള്യൂം ആയിട്ടുള്ള മെമ്പർഷിപ്പ്, ഫോർ എക്സാമ്പിൾ യു ഗോ ടൈ അപ്പ് വിത്ത് സം റെസിഡൻഷ്യൽ അസോസിയേഷൻ, ഏതെങ്കിലും ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ ആയിട്ട് ടൈ അപ്പ് ചെയ്ത ബ്യൂട്ടി പാർലർ, സ്പാ നടത്തുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സർവീസ് നടത്തുന്ന ആൾക്കാർ, വിച്ച് കെൻ ബി ടേക്കൺ ബൈ എവറിബഡി, കേക്ക് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഫ്ലോറിസ്റ്റ്, അവർക്കൊക്കെ റെസിഡൻഷ്യൽ അസോസിയേഷനുമായിട്ട് ടൈ അപ്പ് ചെയ്താൽ ഈ റെസിഡൻഷ്യൽ അസോസിയേഷന് ഈ ഇതിന് ഇവന്റ്സ് നടത്തുന്ന ചെറിയ ഇവന്റ്സ്, പാർട്ടീസ് അല്ലെങ്കിൽ അങ്ങനെ നടത്തുന്ന ആൾക്കാർ ക്യാൻ ഓൾവേസ് ഗോ ഫോർ ദിസ് എഫിനിറ്റി ക്ലബ്. രണ്ടാമത്തേതാണ് നമ്മുടെ ബ്രോക്കറേജ്. ബ്രോക്കറേജ് എന്താണെന്ന് വെച്ചാൽ ബ്രോക്കറേജ് സിമ്പിൾ, മാർജിൻസ് ഉണ്ടാക്കുന്ന ഓർഗനൈസേഷൻ. യു ഡോണ്ട് ഹാവ് യുവർ ഓൺ പ്രോഡക്റ്റ് ഓർ യുവർ ഓൺ സർവീസ്. നിങ്ങളുടെ പ്രോഡക്റ്റോ നിങ്ങളുടെ സർവീസോ ഇല്ല, മറ്റുള്ള ആൾക്കാരുടെ പ്രോഡക്റ്റോ സർവീസോ നിങ്ങൾ വിറ്റുകൊടുക്കാൻ സഹായിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മാർജിൻസ് ഇസ് യുവർ ബ്രോക്കറേജ് സർവീസ്. കുറെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, കുറെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, where you simply work on this brokerage system, you get a percentage of the margins that you sell. Alright. പിന്നീട് വരുന്നത് ഒരു ക്രൗഡ് സോഴ്സിംഗ് ആണ്. ക്രൗഡ് സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൾക്കായിട്ട് പ്ലാറ്റ്ഫോം മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ട് അവിടുന്ന് നമുക്ക് ആൾക്കാർ വർക്ക്ഔട്ട് ചെയ്യുന്നത്. വിക്കിപീഡിയ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ക്രൗഡ് സോഴ്സിംഗ്. നിങ്ങളായിട്ട് ഒരു കോണ്ടന്റ് അതിലേക്ക് ഇടുന്നില്ല, ബട്ട് എവറിബഡി ഈസ് കോൺട്രിബ്യൂട്ടിങ്. യൂട്യൂബ്, യു ആർ നോട്ട് പുട്ടിങ് എ കണ്ടന്റ്, യൂട്യൂബിന്റെ ഫൗണ്ടർ അല്ല അല്ലെങ്കിൽ യൂട്യൂബിന്റെ ടീം അല്ല അതിനകത്തേക്ക് കോണ്ടന്റ് ഇടുന്നത്. ദ പബ്ലിക് ഇസ് ഡൂയിങ്, ദാറ്റ്സ് കോൾഡ് ക്രൗഡ് സോഴ്സിംഗ്. യു ജസ്റ്റ് ബിൽഡ് എ പ്ലാറ്റ്ഫോം ഫോർ പീപ്പിൾ ടു കോൺട്രിബ്യൂട്ട്, പീപ്പിൾ ടു ആഡ്, ആൻഡ് അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് സോഴ്സ് ആണ് നിങ്ങളുടെ സാധനം വരുന്നത്. ഓക്കെ, ദെൻ യു ഹാവ് സബ്സ്ക്രിപ്ഷൻ ക്ലബ്സ്. നോ വാട്ട് ആർ സബ്സ്ക്രിപ്ഷൻ ക്ലബ്സ്? നെറ്റ്ഫ്ലിക്സ് ഇസ് എ സബ്സ്ക്രിപ്ഷൻ ക്ലബ്. ഇത് എന്തായാലും പറയാം, നമ്മുടെ ഡിസ്നി ഹോട്ട്സ്റ്റാർ, ഇതൊക്കെ സബ്സ്ക്രിപ്ഷൻ ക്ലബ് ആണ്. ഇനി അങ്ങനെ സ്പോട്ടിഫൈ, ഇതൊക്കെ സബ്സ്ക്രിപ്ഷൻ ക്ലബ്സ് ആണ്. വേർ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ബിൽസ് ആണ് വരിക, എല്ലാ മാസവും പ്രീമിയം ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് ഇസ് സബ്സ്ക്രിപ്ഷൻ ക്ലബ്സ്. നോ അതിന്റെ തന്നെ ഒരു വേറൊരു വേർഷൻ ആണ് ഫ്രീമിയം. പ്രീമിയം എന്ന് പറഞ്ഞാൽ അഗെയിൻ ദി എക്സാമ്പിൾസ് ആർ സെയിം. നെറ്റ്ഫ്ലിക്സ് അത് ഒരു പരിധി വരെയും, ഡിസ്നി ഹോട്ട്സ്റ്റാർ ഒക്കെ ആണെങ്കിൽ ഒരു പരിധി വരെയും യു ക്യാൻ ആക്ച്വലി എൻജോയ് ദി സർവീസസ് ഫോർ ഫ്രീ. കുറച്ച് ഫ്രീ ആയിട്ട് സർവീസസ് എൻജോയ് ചെയ്യാൻ സാധിക്കും ഒരു പരിധി വരെ. പക്ഷേ കുറച്ചും കൂടി വേണം, അല്ലെങ്കിൽ ആഡ് ഫ്രീ ആയിട്ട് വേണം, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ എ പ്രീമിയം service. So that's called freemium. Then you have digital platforms. Digital platforms like you have Class Plus example and a Graphy example. And we use Class Plus. KillQuest we use Class Plus personally. Why? Because നമുക്ക് കുറെ കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സ് സെൽ ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടേതായ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് would become expensive. So we already have ready-made platforms. We just buy out platforms from them. അങ്ങനെ പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽസ് ഉണ്ട്. ദെൻ യു ഹാവ് ഡിസ്ഇന്റർമീഡിയേഷൻ. ഡിസ്ഇന്റർമീഡിയേഷൻ വെച്ചാൽ ഇന്റർമീഡിയറ്റ് ഇല്ലാത്ത ഒരു സിസ്റ്റം. ഇത് ഏറ്റവും ആദ്യം മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നത് ഡെൽ കമ്പ്യൂട്ടേഴ്സ് ആണ്. ഡെൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു പേര് നമുക്ക് മുമ്പിൽ കണ്ടു നിൽക്കുന്നത്? ഡെല്ലിന്റെ കമ്പ്യൂട്ടേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആർ കോസ്റ്റ് എഫക്റ്റീവ്. എപ്പോഴും പ്രൈസസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ നോക്കുമ്പോൾ ഡെല്ലിന്റെ പ്രൈസ് കുറച്ച് കുറവാണ്. വൈ? That's because they have cut down intermediates. They come directly and sell to the customers. Direct customer selling ആണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഡെല്ലിന്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ ഡെൽ ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ബിസിനസ് മോഡൽ വർക്ക്ഔട്ട് ചെയ്തപ്പം കുറെ കോമ്പറ്റീറ്റേഴ്സിന് പ്രശ്നമായി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ബാക്കി എല്ലാ അതായത് കമ്പ്യൂട്ടേഴ്സും ആ സമയത്ത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാര് ദേ ഗോ ടു ദി ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറിന്റെ അടുത്തേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ കൊടുത്തിട്ട് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എണ്ണം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഹോൾസെയിൽ ബിസിനസ്സിലുള്ളവർക്കൊക്കെ വളരെ ശ്രദ്ധിച്ച് കേൾക്കാവുന്നതാണ്. കാരണം പല കാലങ്ങളായിട്ട് ഹോൾസെയിൽ ചെയ്യുന്ന ആൾക്കാർ ദേ സ്റ്റിക്ക് ഓൺ ഓൺലി ടു ഹോൾസെയിൽ. ഇപ്പൊ ഈ ഡിസ്ഇന്റർമീഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഇന്റർമീഡിയറ്റിനെ നൈസായിട്ട് മാറ്റി വെച്ചിട്ട് they reduced their distance between the direct customer and themselves. ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറിലേക്ക് സെൽ ചെയ്യാൻ പോയപ്പം അവർക്ക് അവരുടെ കോസ്റ്റ് വളരെ കുറച്ച് കൊടുക്കാൻ സാധിച്ചു. പക്ഷെ they did take a risk, they did put an effort, it comes with a cost. പക്ഷെ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് അതേ സമയത്ത് അവരത് കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ പ്രശ്നം വരുന്നത് അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലംസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ഡെൽ വാസ് ദി ഫസ്റ്റ് brand in computers, in personal computers, which brought in this cost effective strategy. പിന്നീട് ചെയ്യാൻ നോക്കുന്ന ആൾക്കാർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് പേ ആസ് യു ഗോ. Pay as you go is for example Amazon.
ആമസോണിന്റെ പ്രൈം സർവീസസ് ആമസോൺ അല്ലെങ്കിലും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫാസ്റ്റ് ഡെലിവറി വേണം, ചില പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ എ പേ ആസ് യു ഗോ. സോ ദീസ് ആർ കപ്പിൾ ഓഫ് ഡിഫറെന്റ് ബിസിനസ് മോഡൽ ടൈപ്സ്. ചില ബിസിനസ് മോഡലിന്റെ ടൈപ്സ് ആണ്. ഇതിൽ എവിടെയാണ് ഇതിലൊന്നിലും ക്ലാസിഫൈ ആവണം എന്നില്ല നിങ്ങളുടെ ബിസിനസ് മോഡൽ. പക്ഷേ you definitely have to understand what is your business model. നിങ്ങളുടെ ഒരു ബിസിനസ് മോഡൽ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ, എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഡു യു നീഡ് എ ന്യൂ മോഡൽ ഇസ് യുവർ ക്വസ്റ്റ്യൻ. ഇല്ലേ, ഒരു പുതിയൊരു മോഡൽ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു പുതിയ മോഡൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി വേണം, അല്ലെങ്കിൽ ഒരു ആവശ്യം വേണം എന്ന് മാത്രമേ നിങ്ങൾ നോക്കണ്ടൂ. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, ബട്ട് എന്നാലും ഐ വിൽ റിപ്പീറ്റ് ദിസ് ഹിയർ. 2 reasons why you need a different business model. Number 1, either you should have an opportunity. Opportunity എന്ന് പറയുമ്പം നിങ്ങളുടെ ഒരു പ്രോഡക്റ്റോ സർവീസോ ബൾക്കിലേക്ക് മാസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിടപ്പുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം. രണ്ടാമത്തേത്, സെക്കൻഡ് വൺ ഈസ് യുവർ ടെക്നോളജി. അല്ലെങ്കിൽ ഒരു പുതിയ സാധനം, എന്തെങ്കിലും ഒരു പുതിയ സാധനം അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ടെക്നോളജി പുതിയ മാർക്കറ്റ്സിലേക്കോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി എക്സിസ്റ്റിംഗ് മാർക്കറ്റിലേക്കോ കൊണ്ടുവരാനുള്ള സാധ്യത അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. ആവശ്യം വരുന്നത് ഇപ്പോഴത്തെ കറന്റ് ബിസിനസ് മോഡൽ ഇസ് ടോട്ടലി ലോസ്. മാർജിൻസ് കിട്ടുന്നില്ല, മാർജിൻസ് ഒട്ടും വരുന്നില്ല. കഷ്ടപ്പെട്ട് ടൈറ്റ് ആയിട്ട് നിങ്ങളുടെ എല്ലാ ഇൻകംസും എല്ലാം കൂടി എടുത്തിട്ട് അതേ മോഡൽ റൺ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ചേഞ്ച് യുവർ ബിസിനസ് മോഡൽ. Number 2, the need comes when there is a high competition. Competition survive ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ മാറ്റുക എന്നുള്ളത് is always possible. ചെറുതായിട്ട് ഒരു switch in your thought process. ആ thought processലെ മാറ്റം is very very important. പലപ്പോഴും നമ്മൾ ഫിക്സ് ആയി പോവാറുള്ളത് അല്ലെങ്കിൽ സ്റ്റക്ക് ആയി കിടക്കുന്നത്, ഇത് നടക്കുന്നില്ലല്ലോ, ഇത് വരുന്നില്ലല്ലോ, ക്ലയന്റ് വരുന്നില്ലല്ലോ, പുതിയ സെയിൽസ് നടക്കുന്നില്ലല്ലോ, ഇല്ലല്ലോ എന്നുള്ളതിന്റെ മുകളിൽ തോട്ട്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു തിങ്ക് ഡിഫറെന്റ്. സ്റ്റോപ്പ്, കീപ് യുവർ ഫിനാൻഷ്യൽ വറി അസൈഡ് ആൻഡ് സ്റ്റാർട്ട് തിങ്കിങ് ഡിഫറെന്റ്. പുതിയതായിട്ട് എന്തെങ്കിലും ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യു ഡെഫിനറ്റ്ലി ഹാവ് എ ചേഞ്ച്. ദിസ് ഇസ് എ ന്യൂ ഇയർ ആൻഡ് എവറി ഇയർ കംസ് വിത്ത് എ പ്രോമിസ്. And make sure that you are there to use that opportunity. ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം എന്ന് മാത്രമേ പറയാനുള്ളൂ. Now, if you need a new model, ചില ചോദ്യങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഉത്തരം പറഞ്ഞേ മതിയാവും. Can you nail the job with compelling customer value proposition? നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് കസ്റ്റമറിന് വാല്യൂ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുമോ? If yes, then yes, you are ready for a new model. Can you devise a model with all elements? അതായത് നേരത്തെ പറഞ്ഞ കസ്റ്റമർ വാല്യൂ പ്രൊപ്പോസിഷൻ, പ്രോഫിറ്റ് ഫോർമുല ആൻഡ് കീ പ്രോസസ്സസ് ആൻഡ് റിസോഴ്സസ്. 3 എലിമെന്റ്സ് ആണ് ഒരു ബിസിനസ് മോഡലിനുള്ളത്. കസ്റ്റമർ വാല്യൂ പ്രൊപ്പോസിഷൻ, ഒരു പ്രോഫിറ്റ് ഫോർമുല, ആൻഡ് നമ്പർ 3 is your കീ റിസോഴ്സസ് ആൻഡ് പ്രോസസ്സസ്. ഇതെല്ലാം വെച്ചിട്ട് ഒരു പുതിയൊരു മോഡൽ നിങ്ങളെ കൊണ്ട് ഡിവൈസ് ചെയ്യാൻ സാധിക്കുമോ? Can you create new processes? ഈ സാധനം ചെയ്യാനുള്ള റിസോഴ്സസും പ്രോസസ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? And will the new model disrupt your competitors? ഈ പുതിയ മോഡൽ വന്ന കോമ്പറ്റീറ്ററിന് ഒന്നിനും അടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു 100% ഉറപ്പുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ മോഡൽ ഡിവൈസ് ചെയ്യുമ്പം ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മൈൻഡിൽ വെച്ചാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. Do not നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്ത് വെക്കാം. This is always there live there on our YouTube. Do go back to this and do listen to this. Keep listening and keep asking yourself this question. So with that, I think my session on business model comes to an end. Hopefully the session was useful, and if you have any questions, please go ahead and shoot your questions. നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. If you have questions for me, please go ahead and ask your questions. എന്ത് ചോദ്യവും ബിസിനസ് മോഡലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അല്ലാത്തതോ you can always ask. And all our YouTube viewers, thank you for joining us. Please post your questions. The live session is still on for next 5-10 minutes. നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാവുന്നതാണ്. ഇനി ഇത് കൊണ്ടുപോയിട്ട് ചിന്തിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇന്ന് തന്നെ ചോദിക്കണം എന്നില്ല.
ഈ ഒരു സെഷൻ വീണ്ടും കേട്ടതിന് ശേഷം അല്ലെങ്കിൽ ചിന്തിച്ചതിന് ശേഷം യു തിങ്ക് ദർ ഇസ് എ പ്രോബ്ലം, ഇല്ല മാഡം അന്ന് പറഞ്ഞ പോലെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല, ദിസ് വാസ് നോട്ട് യൂസ്ഫുൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കം ബാക്ക് ആൻഡ് ആസ്ക് us നെക്സ്റ്റ് സൺഡേ. അടുത്ത സൺഡേ വീണ്ടും ചോദിക്കാവുന്നതാണ്. എനി എനി സൺഡേ യു ക്യാൻ ask the questions and let us know. So hopefully the session was good. Please post your feedback on the comment box if the session was useful and good. Yes, we would love to listen from you. How did the session go and how was it useful for you? It was useful. Thank you so much, Shefin. All right. Now, for all our Businessman 360 participants and the past participants, we are soon bringing in the Businessman 360 course, or updated higher version of course, absolutely with the lifetime access. Ipolla course in a lifetime access illa. You can only listen for a period of 1 month, 3 months that you are enrolled for. But we're giving you the lifetime access. It is going to be open soon, another 2 weeks of time. The Businessman 360 course with the lifetime access. എപ്പോൾ വേണമെങ്കിലും കേൾക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും സംശയങ്ങൾ ചോദിക്കാം എന്നുള്ള രീതിയിൽ Businessman 360 is coming up with a lifetime access of course. So do wait for that and join us in our Businessman 360 community for more updates and details. So with that, I think we come to the end. The final countdown for any questions starts now. I would start a final countdown for the final questions or some suggestions or feedback or anything that you would wish to. So here we go. 10, 9, 8, 7, 6, 5, 4, 3, 2, and 1. Thanks a lot. And with that, we come to the closure of today's session. Next Sunday with more insights, with greater insights, we'll catch you up with. Thank you so much. Have a great day. Happy